Hey everyone, so welcome back to another video. So യൂട്യൂബിൽ അടുത്തതായിട്ട് എന്ത് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമെന്ന് ഞാൻ വെറുതെ ആലോചിച്ചിരിക്കുന്ന സമയമായിരുന്നു. സോ അന്ന് റാൻഡംലി ഞാനൊരു സ്റ്റോറി ഷെയർ ചെയ്തതാണ് ഇൻസ്റ്റഗ്രാമിൽ. ഇഫ് യു ആർ നോട്ട് ഫോളോയിങ് മീ യെറ്റ്, ഇതാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ. ഉറപ്പായിട്ട് ഫോളോ ചെയ്യുക. ഞാൻ വെറുതെ അപ്ഡേറ്റ്സോ റീൽസോ ഒക്കെ ഷെയർ ചെയ്യണത് ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിലാണ് ആൻഡ് ലോങ് ഫോം ഹിയർ ടു. ആൻഡ് ഞാൻ ഒരു സ്റ്റോറി ഷെയർ ചെയ്തു. അതായത് എൻ്റെ മോർണിംഗ് ടാസ്ക് പ്ലാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ആ ടാസ്ക് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ടാസ്കിൻ്റെ ലിസ്റ്റ് നോഷനിലാണ് ഞാൻ യൂസ് ചെയ്യണത്. സോ നോഷനിൽ ടാസ്കിൻ്റെ ലിസ്റ്റ് ഒരു സ്റ്റോറി ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ വൺ ഓഫ് ദ ഫോളോവർ എനിക്ക് മെസ്സേജ് അയച്ചു, നോഷനിൽ എങ്ങനെയാണ് ടാസ്ക് മാനേജ് ചെയ്യണത് ആൻഡ് എൻ്റെ പ്രൊഡക്ടിവിറ്റീനെ അത് എത്രത്തോളം അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ലോങ് ഫോം വീഡിയോ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. സോ ഹിയർ ഇസ് ദ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സിംപ്ലി നോഷൻ എന്നുള്ള സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ വളരെ ചെറിയ പൊട്ടൻഷ്യൽ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് വളരെ എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് നമ്മളുടെ ടാസ്കുകൾ മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുവഴി ഒരു ബെറ്റർ പ്രൊഡക്ടിവിറ്റി നിങ്ങളുടെ വർക്കിൽ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ, നിങ്ങൾ ചെയ്യുന്ന പ്രോജക്ട്സിൽ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതിൻ്റെ ഒരു സിമ്പിൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. സോ മേക്ക് ഷുവർ നിങ്ങൾ ഈ വീഡിയോ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ അറ്റൻഷനോട് കൂടി കാണുന്നുണ്ടെന്നുള്ളത്. ആൻഡ് നോഷൻ എന്നുള്ള കാര്യത്തിൻ്റെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ അടിപൊളിയായിട്ട് തരാനായിട്ട് ഞാൻ ശ്രമിക്കും. സോ അഗെയിൻ എവ്രി വൺ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ബേസിക്കലി ഈ വീഡിയോനെ ഞാൻ 4 പാർട്ടായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഒന്ന്, ടാസ്കുകൾ മാനേജ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ് എന്നുള്ളത്. സെക്കൻഡ്, നിങ്ങൾ എന്തുകൊണ്ട് നോഷൻ ചൂസ് ചെയ്യണം, മറ്റ് ഓപ്ഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ തരുന്നുണ്ടായിരിക്കും. ആൻഡ് തേർഡ്, നോഷനിൽ എങ്ങനെ നിങ്ങൾക്ക് സിംപ്ലി ഒരു ടാസ്ക് മാനേജ്മെൻറ്റ് സിസ്റ്റം സെറ്റപ്പ് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളത്. ആൻഡ് ഫൈനലി, ഞാൻ പേഴ്സണലി എങ്ങനെയാണ് എൻ്റെ ടാസ്കുകൾ മാനേജ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ അല്ലേ? ആദ്യമായിട്ട് ടാസ്കുകൾ മാനേജ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്. ഇത് നമുക്കൊന്ന് ഹ്യൂമൻ സൈക്കോളജിയിലേക്ക് പോവാം. ശരിക്ക് നമ്മളെ ബ്രെയിനിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുന്നത് വഴി ആക്ച്വലി നമുക്ക് ക്ലാരിറ്റി കുറയും എന്നാണ് പറയുക. ദാറ്റ് ഈസ്, എനിക്കിപ്പോൾ 100ഓളം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ 10, 20, 30 കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തെടുക്കാനായിട്ടുണ്ട്, ചെയ്ത് തീർക്കാനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ എൻ്റെ ബ്രെയിനിലാണ് ഞാൻ സ്റ്റോർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് ആക്ച്വലി ക്ലാരിറ്റി കുറയും. ഞാൻ കാര്യങ്ങൾ മിസ്സാവുന്നതിനുള്ള ചാൻസസ് കൂടുതലാണ്. എൻ്റെ കാര്യങ്ങൾ ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. എനിക്ക് പലപ്പോഴും കാര്യങ്ങൾ പ്രയോറിറ്റി ബേസിൽ ചെയ്തെടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ പലപ്പോഴും ഉണ്ടായിരിക്കും. ഇവിടെ നമ്മൾ ചെയ്യേണ്ട ടാസ്കുകളെ നമ്മളൊരു സ്ഥലത്തേക്ക് എഴുതി വെക്കുകയാണ്, മാനേജ് ചെയ്യാനായിട്ട് മുമ്പിൽ ഡിസ്പ്ലേ ചെയ്ത് വെക്കുകയാണ്. അതിനെ നമ്മൾ പ്രയോറിറ്റി ബേസിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈസിലി നമുക്ക് ചെയ്യാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള പ്രയോറിറ്റിയിൽ ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്ടിവിറ്റിയിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതാണ് സിംപ്ലി ടാസ്കുകൾ മാനേജ് ചെയ്യുക, ടാസ്ക് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ മേ ബി ഇതുപോലുള്ളൊരു ബുക്ക് യൂസ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻസ് അതാണ്. നമ്മളെ ബ്രെയിനിൽ ഒരുപാട് തിങ്ക് ചെയ്യിപ്പിക്കാതെ, അല്ലെങ്കിൽ ബ്രെയിനിൽ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാതെ സിംപ്ലി അതൊരു ടാസ്ക് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറിന് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ബുക്കിനേക്ക് കൊടുക്കുക. ഇതാണ് ടാസ്ക് മാനേജ് ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ്. ദാറ്റ് ഈസ് മോർ ക്ലാരിറ്റി, ബെറ്റർ പ്രൊഡക്ടിവിറ്റി, ബെറ്റർ പ്രയോറിറ്റി ബേസിലൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് സിംപ്ലി അതിൻ്റെ ആൻസർ എന്നുള്ളത്. നൗ സെക്കൻഡ്, വൈ നോഷൻ? ഓക്കെ, നോഷൻ നിങ്ങൾ യൂസ് ചെയ്യണമെന്നേ ഇല്ല. നിങ്ങൾക്ക് സിംപ്ലി ടു ഡു ലിസ്റ്റ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ അല്ലെങ്കിൽ വിൻഡോസിലോ മാക്കിലോ ഇഷ്ടം പോലെ ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് കിട്ടും. വെബ്സൈറ്റിൽ നിങ്ങൾ ടു ഡു ലിസ്റ്റ് വെബ്സൈറ്റ് എന്നുള്ളത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. ഇതിൽ ഏതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അസാന, ടു ഡു ലിസ്റ്റ്, ഇങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ആക്ച്വലി ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുണ്ട്. ഇതിൽ ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിൽ ഒരു വറീസും ഇല്ല. ഞാൻ ആക്ച്വലി മൾട്ടിപ്പിൾ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തിട്ടുണ്ട്, മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വൈ ഞാൻ നോഷൻ യൂസ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻഡസ്ട്രിയിലെ മറ്റ് സോഫ്റ്റ്വെയർസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, മറ്റ് ആപ്ലിക്കേഷനുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നോഷനിൽ നമുക്ക് ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അനദർ ടാസ്ക് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ. ടാസ്ക് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ മാത്രമല്ല, നോഷനിൽ എനിക്ക് എൻ്റെ ഡോക്യുമെൻറ്റ്സ് കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും, എനിക്ക് എൻ്റെ പ്രോജക്ട്സിൻ്റെ സ്റ്റാറ്റസ് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും, എനിക്ക് എൻ്റെ ക്ലയൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സിമ്പിൾ വെബ്സൈറ്റ്സ് വരെ നോഷൻ്റെ ഉള്ളിൽ എനിക്ക് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓഫ് കോഴ്സ് എനിക്ക് എൻ്റെ ടാസ്കുകൾ മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ ഓപ്ഷൻസ് നോഷൻ്റെ ഉള്ളിലുണ്ട്. നോഷൻ ആസ് എ സോഫ്റ്റ്വെയർ ഞാൻ അറൗണ്ട് 3-4 കൊല്ലമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതുവരെ പഠിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ബിക്കോസ് എൻഡ്ലെസ് പോസിബിലിറ്റീസ് ഉണ്ട്, എൻഡ്ലെസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നോഷൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ. അതുകൊണ്ടാണ് ഞാൻ ബേസിക്കലി നോഷൻ പ്രിഫർ ചെയ്യണത്, അല്ലെങ്കിൽ നോഷൻ യൂസ് ചെയ്യണത്. ബിക്കോസ് എൻ്റെ ടാസ്കുകൾ മാത്രമല്ല,
ഡോക്യുമെൻറ്റ്സ് ഓർ എനിത്തിങ് പ്രോജക്ട് സ്റ്റാറ്റസ് എവറിത്തിങ് ഞാൻ നോഷൻ്റെ ഉള്ളിൽ മാനേജ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് എനിക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയത് നോഷനാണ്. ആൻഡ് ഈ കൺവീനിയൻറ്റ് എന്നുള്ള പോയിന്റ് തന്നെയാണ് നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് കിട്ടുന്ന ആപ്ലിക്കേഷൻ എന്താണ്, നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉള്ള സോഫ്റ്റ്വെയർ ഏതാണ്. ബിക്കോസ് നോഷൻ മാത്രമല്ല, അസാന മില്യൺസ് ഓഫ് ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ സോഫ്റ്റ്വെയർസ് ഇൻഡസ്ട്രിയിലുണ്ട്. സോ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ആൻഡ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നോഷനെ കുറിച്ചിട്ടായിരിക്കും. തേർഡ്, നമുക്കിനി ഒന്ന് സ്ക്രീനിലേക്ക് വരാം. നോഷനെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. നോഷനിൽ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ടാസ്ക് മാനേജ്മെന്റ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും, സെറ്റപ്പ് ചെയ്യാനായിട്ട് പറ്റും എന്നത് മനസ്സിലാക്കാം. സോ സ്ക്രീനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് notion.so എന്നാണ് ഐ തിങ്ക് നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നോഷൻ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യമായിട്ട് വരുന്നത് notion.so അല്ല കേട്ടോ, notion.com എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോഷൻ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ ഇവിടെ ലോഗിൻ ഓർ സൈൻ അപ്പ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോഷനിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. സിംപ്ലി എന്തിനും നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ നമ്മളുടെ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നോഷനിൽ അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ഫ്യൂ ക്വസ്റ്റ്യൻസ് മേ ബി അവർ നിങ്ങളോട് ചോദിക്കും, നിങ്ങളുടെ പർപ്പസ് എന്താണ്, നിങ്ങൾ ഇതുകൊണ്ട് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ അതൊന്ന് നിങ്ങളുടെ പർപ്പസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ കം ടു ദിസ് പെർട്ടിക്കുലർ ഇന്റർഫേസ്. ഇവിടെ നിങ്ങൾ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എങ്ങനെ നോഷൻ യൂസ് ചെയ്ത് ടാസ്ക് മാനേജ് ചെയ്യാമെന്നുള്ളതാണ്, റൈറ്റ്? സോ അതിനായിട്ട് ഇപ്പോൾ ഇവിടെ ഓൾറെഡി നിങ്ങൾക്ക് ടാസ്ക് ട്രാക്കർ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതുപോലെ നമ്മളൊന്ന് പുതിയതായിട്ട് സ്ക്രാച്ചിൽ നിന്നും സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. ടീം സ്പേസസ് എന്നുള്ളതിൻ്റെ താഴെ ഇവിടെ നിങ്ങൾക്ക് എന്ത് പേരിലും നിങ്ങൾക്ക് ഒരു സ്പേസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയ പേജൊക്കെ അല്ലെങ്കിൽ പുതിയ പ്രോജക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇതിൽ ഞാനിവിടെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുന്നു. ആൻഡ് നോഷൻ മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ല, ഇപ്പോൾ ഇത് നോഷൻ്റെ പുതിയ ഇൻ്റർഫേസ് ആൻഡ് അടിപൊളിയായിട്ടുള്ള ഇൻ്റർഫേസ് ആണ്. ഹോണസ്റ്റ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഡേറ്റാബേസ് ഓർ റിലേറ്റഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ് നോഷൻ്റെ ഉള്ളിൽ ഇപ്പോൾ. ആൻഡ് ഞാനിവിടെ സെർച്ച് ചെയ്യാണ് ടാസ്ക് ട്രാക്കർ. ഓക്കെ, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കസ്റ്റമൈസ് ടാസ്ക് ട്രാക്കർ, ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഞാൻ ആക്ച്വലി പ്രയോറിറ്റിയോ ടാസ്ക് ടൈപ്പോ എഫേർട്ട് ലെവലോ ഡിസ്ക്രിപ്ഷനോ ഇതൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. സോ ഇതൊക്കെ ഞാൻ ഒഴിവാക്കുകയാണ്. നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് അത് ടിക്ക് ചെയ്ത് ഉള്ളിലേക്ക് കയറ്റാം. ബിക്കോസ് മോർ കോംപ്ലിക്കേറ്റഡ് ആക്കാതിരിക്കാനാണ് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യാം. ഓക്കെ, ഞാനൊന്ന് ജസ്റ്റ് അൺടിക്ക് ചെയ്തു ആൻഡ് കണ്ടിന്യൂ ചെയ്യണു. ആൻഡ് ഇവിടെ 3 ഓപ്ഷൻസ് ചോദിച്ചിട്ടുണ്ട്: ഓൾ ടാസ്ക്, ബൈ സ്റ്റാറ്റസ്, മൈ ടാസ്ക് ആൻഡ് ചെക്ക് ലിസ്റ്റ്. ഇങ്ങനെയൊക്കെ പല ടാബുകളായിട്ട് കാണിക്കുക എന്നുള്ളതാണ്. ഞാൻ ചെക്ക് ലിസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഡൺ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മുടെ ടാസ്ക് ട്രാക്കർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. സിംപ്ലി ഇതാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് പ്രോസസ്സ്. ഇനി നമുക്ക് ഇതിനെ ഒന്നുകൂടി റിഫൈൻഡ്, അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ബെറ്റർ സ്ട്രക്ചറിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് ലേ ഔട്ട് എന്നുള്ളതിൽ പോയി ബോർഡ് എന്നുള്ളതാക്കുന്നു. അതായത് നേരത്തെ ടേബിൾ എന്നുള്ള മോഡലായിരുന്നു ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതിൻ്റെ വ്യൂ മാറ്റി ബോർഡ് ആക്കുന്നു. ബിക്കോസ് എനിക്ക് കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഓൾവേസ് ബോർഡാണ്. സോ ദാറ്റ് ഇവിടുന്ന് നമുക്കിങ്ങനെ ട്രാക്ക് ചെയ്ത് മാറ്റിയിടാനൊക്കെ എളുപ്പമാണ്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ കാണിച്ചു തരുകയും ചെയ്യാം. സോ ബോർഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെ ഉള്ളതൊക്കെ ഡിലീറ്റ് ചെയ്യുക, ഡിലീറ്റ് പേജസ്. ഞാൻ ഇവിടെ വരുന്നു, അഗൈൻ ഡിലീറ്റ് പേജസ്. ഇവിടെ ഉള്ളതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് സെറ്റപ്പ് ചെയ്ത് എടുക്കുന്നു. സോ നമുക്കിവിടെ 3 ഓപ്ഷൻസ് ഉണ്ട്: നോട്ട് സ്റ്റാർട്ടഡ്, ഇൻ പ്രോഗ്രസ് ആൻഡ് ഡൺ. ഇവിടെ നമുക്ക് ടാസ്കുകൾ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എനിക്ക് കുറച്ച് ടാസ്കുകൾ ഉണ്ട്, ഞാൻ ഇന്ന് ചെയ്ത് തീർക്കേണ്ടതായിട്ടുള്ള ടാസ്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നോട്ട് സ്റ്റാർട്ടഡിലേക്ക് ആഡ് ചെയ്തിരുന്നു. ഫോർ എക്സാമ്പിൾ യൂട്യൂബ് കോണ്ടന്റ് പ്രൊഡക്ഷൻ ഇൻറ്റു 5 യൂട്യൂബ് കോണ്ടന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത് ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് എൻ്റർ ചെയ്യുന്നു. ഓക്കെ, then ഈ ടാസ്കിൻ്റെ ഉള്ളിലേക്ക് എഡിറ്റിൽ കയറി കഴിഞ്ഞ് ഇതിനുള്ളിൽ ഒന്നും കൂടെ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഡ്യൂ ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതെനിക്ക് ഇന്നത്തെ ടാസ്ക് അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, നാളെ മറ്റന്നാളേക്കൊക്കെ ഉള്ള ടാസ്ക് ആണെന്നുണ്ടെങ്കിൽ ഞാൻ അത് ആ ഡേറ്റ് ക്ലിക്ക് ചെയ്തിടാം. ഓക്കെ, സോ പിറ്റേന്നത്തേക്കോ അല്ലെങ്കിൽ മുമ്പോട്ടേക്കുള്ളൊരു ടാസ്ക് ആയിട്ട് എനിക്ക് ഇവിടെ ആഡ് ചെയ്തിടാം. ഇനി ഞാൻ ഇതിന് മുകളിൽ അഡീഷണലി ഒരു കാര്യം കൂടെ ആഡ് ചെയ്യുന്നു. ജസ്റ്റ് പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കാലണ്ടർ എന്നുള്ള കാര്യം കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നു. സോ ഞാനിവിടെ ഓൾ ടാസ്കിൽ ഈ പെർട്ടിക്കുലർ ടാസ്കിൽ ഞാൻ ഏത് ഡേറ്റ് ആയിരുന്നു കൊടുത്തത്? 31st മെയ് എന്നുള്ള ഡേറ്റ് ആണ് ഐ തിങ്ക് കൊടുത്തിട്ടുള്ളത്. സോ ഞാൻ കലണ്ടറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ May 31st എനിക്കൊരു കലണ്ടർ വ്യൂ കൂടെ കിട്ടും. അതായത് ഞാനിവിടെ ടാസ്കുകളൊക്കെ ആഡ് ചെയ്യുന്നു, ദെൻ പിന്നീടേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുള്ള ടാസ്ക് ഞാൻ ജസ്റ്റ് കലണ്ടറിൽ വന്നു കഴിഞ്ഞാൽ 31ാം തീയതി എനിക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇവൻറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടാസ്ക് ഉണ്ട് എന്നുള്ളത് എനിക്ക് കാണാൻ വേണ്ടി പറ്റും. ദിസ് ഈസ് ആർ ബേസിക് ടാസ്ക് സെറ്റപ്പ്.
ഞാൻ യൂട്യൂബ് കോണ്ടന്റ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഇൻ പ്രോഗ്രസ്സിലേക്ക് ഇടുന്നു. കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രാഗ് ചെയ്ത് ഞാൻ ഡണ്ണിലേക്ക് ഇടുന്നു. ആൻഡ് ഇവിടെ ഞാൻ മൾട്ടിപ്പിൾ ടാസ്കുകൾ വെറുതെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ആഡ് ചെയ്തിടുകയാണെങ്കിൽ ഇതൊക്കെ എനിക്ക് വേണമെങ്കിൽ ഇൻ പ്രോഗ്രസ് ഓർ ഇവിടുന്ന് ഡൺ ഇങ്ങനെ ഞാൻ ആഡ് ചെയ്ത് എനിക്ക് മാനേജ് ചെയ്യാം. ആൻഡ് ഇവിടെ നമ്മളിപ്പോൾ എൻ്റെ ഡേ കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാൻ രാത്രിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ഇതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. ദെൻ ഫ്രഷ് ആയിട്ട് നെക്സ്റ്റ് ഡേ ഓർ ബാക്കിയുള്ള ടാസ്കുകൾ എനിക്ക് കാണാൻ വേണ്ടി പറ്റും. സിംപ്ലി നമ്മളൊരു ടാസ്ക് ട്രാക്കർ സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്തു, അതിനൊരു കലണ്ടർ വ്യൂ സെറ്റപ്പ് ചെയ്തു, ഇവിടെ നോട്ട് സ്റ്റാർട്ടഡ്, ഇൻ പ്രോഗ്രസ്, ഡൺ എന്നുള്ളൊരു കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്തു. ബേസിക് സെറ്റപ്പ് ഇതാണ്. ഓക്കെ, നൗ ഫൈനലി ഞാൻ എങ്ങനെയാണ് എപ്പോഴാണ് എൻ്റെ ടാസ്കുകൾ മാനേജ് ചെയ്യണത് ആൻഡ് അത് എങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തു പോകുന്നത് എന്നുള്ളൊരു ചെറിയ ഓവർവ്യൂ ഞാൻ ഷെയർ ചെയ്യാം. സോ മോർണിംഗ് എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാനൊരു 10-15 മിനിറ്റ്സ് ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ്ലി ഇരിക്കും. ദാറ്റ് ഈസ് വാട്സാപ്പ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യും, എന്തെങ്കിലും ടാസ്കുകൾ എനിക്ക് ആഡ് ചെയ്യാനായിട്ടുണ്ടോ, ഇന്ന് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഒന്ന് റിവൈസ് ചെയ്തെടുക്കും. ആൻഡ് അതെല്ലാം ഈ ഒരു നോട്ട് സ്റ്റാർട്ടഡ് എന്നുള്ള ടാബിലേക്ക് ആഡ് ചെയ്തിടും. ഫോർ എക്സാമ്പിൾ YT കോണ്ടന്റ് production or sharing YouTube access with social media manager or anything. സിംപ്ലി ഞാൻ 2-3 ടാസ്കുകൾ ഇവിടെ ആഡ് ചെയ്തിട്ടു. ഓക്കെ, ഇനി ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഓവറോൾ ടാസ്ക് ലിസ്റ്റിലേക്ക് ഞാൻ നോക്കും. ഇതിൽ ഏതാണ് ഞാൻ ആക്ച്വലി പ്രയോറിറ്റിയിൽ ചെയ്യേണ്ടത്, ഞാൻ ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, യൂട്യൂബ് കോണ്ടന്റ് പ്രൊഡക്ഷൻ എന്നുള്ളതുണ്ട്. അത് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് അല്ല, ബിക്കോസ് ഞാൻ ഇന്ന് രാത്രിയാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഷെയറിംഗ് യൂട്യൂബ് ആക്സസ് വിത്ത് സോഷ്യൽ മീഡിയ മാനേജർ, ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ബിക്കോസ് നാളെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് നേരെ ഇൻ പ്രോഗ്രസ്സിലേക്ക് ഇടും. ആ ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തു വരും ആൻഡ് ഇതെടുത്ത് ഡണ്ണിലേക്ക് ഇടും. ഓക്കെ, അടുത്തത് ഞാൻ നോട്ട് സ്റ്റാർട്ടഡിലേക്ക് നോക്കും. ഓവറോൾ എന്താണ്, അടുത്ത ടാസ്കുകൾ ഏതാണ്, കുറച്ച് ടെക്നിക്സ് ടൈം മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഹാർഡ് ടാസ്ക്, സോഫ്റ്റ് ടാസ്ക്, കുറച്ച് ടെക്നിക്സും ഞാൻ ബേസിക്കലി യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ മുമ്പത്തെ വീഡിയോസിലൊക്കെ അത് ഷെയർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഞാൻ അങ്ങനെയുള്ള ടാസ്കിൻ്റെ പ്രയോറിറ്റി ബേസിൽ ഓരോന്ന് ചെയ്തു പോകുന്നു. ആൻഡ് എൻഡ് ഓഫ് ദി ഡേ ഞാനിവിടെ ഡൺ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്ത് വെക്കുന്നു. നെക്സ്റ്റ് ഡേ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. സിംപ്ലി ഞാൻ ഇങ്ങനെയാണ് എൻ്റെ ടാസ്കുകൾ മാനേജ് ചെയ്യാറ്. ഓക്കെ, നൗ ഐ തിങ്ക് നിങ്ങൾക്ക് ഓവറോൾ ഒരു സിമ്പിൾ ഇൻട്രൊഡക്ഷൻ കിട്ടിയിട്ടുണ്ടാവും നോഷൻ എന്നുള്ളൊരു സോഫ്റ്റ്വെയറിലേക്ക്, അല്ലെങ്കിൽ ടാസ്ക് മാനേജ്മെൻറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. സിംപ്ലി നോഷൻ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ടാസ്ക് മാനേജ്മെൻറ്റ് എങ്ങനെ അടിപൊളിയായിട്ട് സെറ്റപ്പ് ചെയ്യാം എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഐ ഹോപ്പ് ദിസ് വീഡിയോ നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളിത് ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഈ വീഡിയോ നിർബന്ധമായിട്ടും ഷെയർ ചെയ്യുക. ആൻഡ് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുകയും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും മേക്ക് ഷുവർ ചെയ്യുക, ബിക്കോസ് more contents are in the pipeline. Thank you so much for watching. We'll see you in the next video.